ഒരുപാട് നാളെ അമ്മ പറയണത് അയടാ അതിൻ്റെ നഖം ഒന്ന് വെട്ടിച്ചിട്ട് പാടാ, നഖം വളർന്നിട്ടില്ല, വളഞ്ഞു കുത്തിയിരിക്കണ്. അപ്പം ഞാൻ ട്രാവലിങ്ങിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ അത് മാറ്റി വെച്ചേക്കുന്നത്. ഇന്ന് ഫ്രീ ആയിട്ടാ, അതുകൊണ്ട് ഞാനും നമ്മുടെ ജൂലിയും കൂടി നേരെ പറവൂര് പോയാണ് നഖം വെട്ടാനായിട്ട്. ആദ്യമായിട്ടാണ് എൻ്റെ കാറിലിട്ട് ആൾ കയറണേട്ടാ. ഞാൻ പറഞ്ഞു മൂത്ര വെച്ച് അപ്പിട്ടാലും ഞാൻ നിന്നെ വഴിയിലിറക്കി വിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പേടിച്ച് അവിടെ മാറിപ്പോയി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പറവൂര് ഇതാ കൊച്ചിൻ ഗ്രൂമിങ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പിലാണ്ട് പോയത്. 100 രൂപയാണ് ഈ സാധനം വെട്ടണേന്. പക്ഷേ വണ്ടി കഴുകാനായിട്ടില്ലേ 700 രൂപയുണ്ട ചെലവ്. അതിപ്പോൾ ലാഭമായെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് അവരെ പിടിച്ച് കടിക്കാൻ പോയത്. അതിൻ്റെ ഇടയിൽ ഒരു സുന്ദരക്കുട്ടൻ ഷിറ്റ്സു സൈഡിൽ കൂടി പോകണ്ടായിരുന്നട്ടാ. എങ്ങനെയൊക്കെയോ നഖം വെട്ടിയ ആള് ഫ്രഷ് ആയിട്ടില്ലേ നേരെ വണ്ടിയിലോട്ട് പോയേണ്ട കുണിങ്ങി. അവിടെ ആൾ അത്രക്ക് കംഫർട്ടബിൾ അല്ല. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി, അമ്മനെ കണ്ടാൽ മതി. ആള് ശരിക്കും പേടിച്ചിട്ടുണ്ട് കേട്ടാ. ആൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നഖമൊക്കെ വെട്ടണത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിണങ്ങുകയും ചെയ്ത് ആൾ മേരാക്കിയിരിക്കാനുണ്ട്. അതുകൊണ്ട് ആൾ മേരാക്കിയിരുന്നു. ഞങ്ങളുടെ അയൽവക്കത്തും എൻ്റെ വീട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സാധനത്തിന് ഉണ്ടാ. അതിൻ്റെ ഒരു അസൂയ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ബിരിയാണി കട കയറിയിട്ട് ബിരിയാണി വാട്സലും പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടാ. ആൾക്കൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തത്. കാര്യം എന്ന് വെച്ചാൽ ഇത്ര നേരം ഞാൻ പിണങ്ങിയതല്ലേ. ആ ഒരു വഴക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ആളുടെ. വീട്ടിൽ ഇതിനെ വിളിക്കണത് ചില പേരായിട്ട് ജൂലി എന്നാണെങ്കിലും ഞാൻ വിളിക്കണത് ഏലി എന്നാണ് കേട്ടാ. ഏലി എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ തിരിഞ്ഞൊരു കിടപ്പാണ്. പിന്നെ മിണ്ടൂല മൈൻഡ് ചെയ്യൂല, അങ്ങനത്തെ ഒരു സാധനമാണ്.